എല്ലാവരും മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്, പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾ. ഗുണമേന്മയെക്കുറിച്ച് നമ്മളിൽ എത്ര പേർ ബോധവാന്മാരാണ്? ഗുണനിഷ്കർഷയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യവും പ്രസക്തിയെക്കുറിച്ചും നമ്മളോട് വിശദമാക്കുന്നു കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ കെ ദേവികൃഷ്ണൻ. രോഗത്തെ നശിപ്പിക്കുകയും ആരോഗ്യത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഔഷധമാണ് ഉത്തമ ഔഷധമെന്ന് ആയുർവേദ ആചാര്യനായ ചരകമഹർഷി വ്യക്തമാക്കി. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്തുള്ള ഗുണനിഷ്കർഷ അഥവാ ക്വാളിറ്റി അഷുറൻസ്, അസംസ്കൃത ഔഷധ ദ്രവ്യങ്ങളുടെ സംഭരണം, ശേഖരണം, അവയുടെ ശുദ്ധിക്രമങ്ങൾ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ലോകാരോഗ്യ സംഘടന ആധുനിക ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിന് നിരവധി അംഗീകൃത മാനദണ്ഡങ്ങൾ ഏതാണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്തും ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, ഗുഡ് ലാബറട്ടറി പ്രാക്ടീസ് എന്നിവയെല്ലാം വളരെ കർശനമായി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പണ്ടുകാലത്ത് മലയാളിക്കൊക്കെ വീട്ടിൽ ഔഷധമുണ്ടാക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ആ ശീലം എങ്ങനെയോ പോയിപ്പോയി. ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഔഷധങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയ്ക്ക് ഉത്തമ ഗുണനിലവാരമുണ്ട്, അവ രോഗശമന ശക്തിയെ ഉണ്ടാക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനായി നമുക്ക് പരമ്പരാഗത രീതിയിലുള്ള എല്ലാവിധ പരിശോധനകളും ആധുനിക രീതിയിലുള്ള എല്ലാവിധ പരിശോധനകളും നമുക്ക് പിന്തുടരേണ്ടതുണ്ട്. അതിന് ലാബറട്ടറി സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ലാബറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിന്റെ അംഗീകാരമുള്ള ഒരു ലാബറട്ടറിയാണ്. ഇവിടെ നിർമ്മിക്കുന്ന എല്ലാ ഔഷധങ്ങളും പരമ്പരാഗത രീതിയിലും ആധുനിക രീതിയിലുമുള്ള എല്ലാവിധ പരിശോധനാ ക്രമങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് രോഗികളുടെ ഉപയോഗത്തിനായി വിപണിയിൽ എത്തുന്നത്. അസംസ്കൃത ഔഷധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ പച്ചമരുന്നുകൾ, ഉണക്കമരുന്നുകൾ, ധാതുക്കളായ രസം, ഗന്ധകം, ലോഹം, അഭ്രം, കന്മദം എന്നു തുടങ്ങി നിരവധി വസ്തുക്കൾ നമ്മൾ ഔഷധ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവയുടെ എല്ലാം തനിമ, ഗുണം എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണ് ക്വാളിറ്റി അഷുറൻസിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇതിന് ബൊട്ടാനിക്കൽ, കെമിക്കൽ എന്നീ രീതിയിലുള്ള എല്ലാവിധ പരീക്ഷണ നിരീക്ഷണങ്ങളും ആര്യവൈദ്യശാല പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധങ്ങളായ അരിഷ്ടം, കഷായം, ലേഹം, ചൂർണം, ഘൃതം, തൈലം, ഗുളിക, രസക്രിയ എന്നിവയ്ക്കെല്ലാം തന്നെ കൃത്യമായ ഒരു ഇൻഹൗസ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഔഷധങ്ങളും കൃത്യമായ ഗുണനിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് അങ്ങനെയാണ്. ഔഷധം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവയിൽ അടങ്ങിയിട്ടുള്ള ചേരുവകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തേൻ, കുങ്കുമം തുടങ്ങിയവയ്ക്കൊക്കെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിർണയിച്ചിട്ടുള്ള അംഗീകൃത അനാലിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിനുള്ളിൽ ഉൾപ്പെടുത്തുന്നവ മാത്രമേ സ്വീകരിക്കാറുമുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷാണ് ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്തെ വളരെ സക്രിയമായി നിയന്ത്രിച്ചു പോരുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1941 ആയുർവേദത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷ് പ്രസിദ്ധീകരിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ആയുർവേദിക് ഫോർമുലറി ഓഫ് ഇന്ത്യ, ഫാർമക്കോപ്പിയൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ, ഹെർബൽ ഫാർമക്കോപ്പിയ, അതുപോലെ തന്നെ ബിസ് സ്റ്റാൻഡേർഡ്സ്, ലീഗൽ സ്റ്റാറ്റസ് എന്നിങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ ആയുർവേദ ഔഷധത്തിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഇവയെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഗുണനിഷ്കർഷയിലൂടെ ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യവൈദ്യശാലയ്ക്ക് 3 ഫാക്ടറികളാണുള്ളത്. കോട്ടക്കിലും കഞ്ചിക്കോടും മൈസൂരിനടുത്തുള്ള നഞ്ചൻകോടുമുള്ള 3 ഫാക്ടറികളിലാണ് ആര്യവൈദ്യശാലയുടെ ഔഷധങ്ങൾ നിർമ്മിക്കുന്നത്. ഇവയെല്ലാം ഗുണനിലവാരമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന എല്ലാവിധ മാനദണ്ഡങ്ങളും പിന്തുടർന്നു വരുന്നുണ്ട്. ഔഷധം നിർമ്മിക്കുന്നതിന് മുമ്പ്